എല്ലാവർക്കും നമസ്കാരം. മേസ്യു മാത്യു എന്ന പേരിനേക്കാളും നമുക്ക് കൂടുതൽ പരിചയം ദയാഭായി എന്ന പേര് കേൾക്കുമ്പോഴായിരിക്കും. 1941 കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്തുള്ള പൂവരണി എന്ന ഗ്രാമത്തിൽ ജനിച്ച മേഴ്സി മാത്യു തന്റെ കുടുംബത്തിലെ മറ്റു കന്യാസ്ത്രീമാരെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാവാൻ 16-ാം വയസ്സിൽ ബീഹാറിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ദൈവസഭയിലല്ല, മറിച്ച് പാവപ്പെട്ട മനുഷ്യരുടെ വേദനയിലാണ് ദൈവം ഇരിക്കുന്നത് എന്ന ചിന്ത അവരെ കന്യാസ്ത്രീ മഠത്തിന് വെളിയിൽ വരാൻ പ്രേരിപ്പിച്ചു. അവശരും പീഡിതരും നിരാലംബരുമായ പാവപ്പെട്ട ആദിവാസി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായി അവർ മഠം വിട്ടിറങ്ങി. ഉത്തരേന്ത്യയിൽ നിന്നും ബിരുദം കരസ്ഥമാക്കിയ അവർ അധ്യാപികയായി കുറച്ചുകാലം ജോലി ചെയ്തു. ഈ വേളയിലെല്ലാം അവർ സാമൂഹ്യ സേവനത്തിനായി തന്റെ മുഴുവൻ സമയവും മാറ്റിവെച്ചിരുന്നു. പിന്നീട് ബീഹാർ, ഹരിയാന, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം അവർ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പ്രയത്നിച്ചു. ബംഗ്ലാദേശ് യുദ്ധസമയത്ത് പരിക്ക് പറ്റിയ ജനങ്ങളെ ശുശ്രൂഷിക്കാനായി ദയാബായി അവിടെയും എത്തിച്ചേർന്നു. മുറിവേറ്റ പട്ടാളക്കാരെയും ജനങ്ങളെയും എല്ലാം അവർ ശുശ്രൂഷിച്ചു. ചിന്നിച്ചിതറിക്കിടന്ന മാംസഭാഗങ്ങൾ തോളിൽ ചുമന്ന് മറവ് ചെയ്തു. പാവങ്ങളുടെ കണ്ണീരൊപ്പി. മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നുള്ള MSW കോഴ്സിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ഒരു ആദിവാസി ഗ്രാമത്തിൽ എത്തിച്ചേർന്ന മേഴ്സി മാത്യുവിനോട് അവിടുത്തെ ഗ്രാമമുഖ്യം പറഞ്ഞു, "നീ എന്തിനിവിടെ വന്നോ? ഞങ്ങൾ കാട്ടിലെ കുരങ്ങന്മാരാണ്." സ്വയം താഴേക്കിടയിലുള്ള ആളുകളാണെന്നുള്ള അവരുടെ വിഷമത്തോടെയുള്ള സംസാരം കേട്ട് മേഴ്സി മാത്യു ഒന്നുറപ്പിച്ചു. അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെങ്കിൽ അവരിൽ ഒരാളായി ജീവിക്കുക തന്നെ വേണം. അതിനായി അവർ ഗോത്രവർഗക്കാരുടെ പരമ്പരാഗത വേഷം തന്നെ തെരഞ്ഞെടുത്തു. അവരോടൊപ്പം മണ്ണിൽ പണിയെടുത്തു. മുകളിൽ നൽകിയിരിക്കുന്ന ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് അവരുടെ വസ്ത്രരീതി കണ്ടു മനസ്സിലാക്കാം. മധ്യപ്രദേശിലെ ചിന്ത്വാഡ ജില്ലയിലെ ബറുൽ എന്ന സ്ഥലത്ത് മേഴ്സി മാത്യു അവരിൽ ഒരാളായി ആ ഗ്രാമത്തിലെ ഒരു സ്ത്രീയായി ജീവിച്ചു. അവരുടെ വേഷമണിഞ്ഞ് ഇന്നും അവർ ജീവിക്കുന്നു. ദയാബായിയുടെ പ്രവർത്തന ഫലമായി അവിടെയൊക്കെ വിദ്യാലയവും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടായി. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഇങ്ങ് കേരളത്തിലെ ചെങ്ങറ ഭൂസമരത്തിന് വരെ മേഴ്സി മാത്യു പങ്കാളിയായി. അവശതയും കഷ്ടതയും അനുഭവിക്കുന്ന ജനങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ദയാബായി എന്ന മേഴ്സി മാത്യു ഓടിയെത്തും. ഇംഗ്ലീഷിൽ മേഴ്സി എന്നാൽ ദയ. ഗോത്രവർഗക്കാർക്കിടയിൽ സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന വാക്കാണ് ഭായി. അതെ, അവർ ദയാബായിയാണ്. സഹജീവി സ്നേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഉത്തമ ഉദാഹരണം. ലോകമെമ്പാടുമുള്ളവർ മദർ തെരേസയെ അറിയുമ്പോൾ കേരളത്തിന്റെ സ്വന്തം ദയാബായിയെ കേരളത്തിലുള്ള പലർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ടാണല്ലോ ഒരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ തൃശ്ശൂരിലെത്തിയ അവരെ അവാർഡിന് ശേഷം തൃശ്ശൂരിൽ നിന്ന് ആലുവയിലേക്കുള്ള ബസ് യാത്രയിൽ ഒരു മലയാളി കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പറഞ്ഞത്, "ഇറങ്ങടി മൂദേവി പുറത്ത്, പ്രായമുള്ളതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല." അന്ന് ആ സംഭവത്തിന് ശേഷം കരഞ്ഞുകൊണ്ട് ദയാബായി പറഞ്ഞു, "ഒരുപക്ഷെ എൻ്റെ വസ്ത്രധാരണം കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന കേരളത്തിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ജനങ്ങളെക്കുറിച്ചാണ്. നിരാലംബരായ ആ പാവങ്ങളെക്കുറിച്ച്. ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അവർ അമേരിക്കയിലെയും യൂറോപ്പിലെയും പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി വർഷത്തിൽ കുറച്ച് മാസങ്ങൾ ക്ലാസ് എടുക്കുന്നു. ദയാബായി അവിടെയുള്ളവർ ആരും വസ്ത്രധാരണത്തിന്റെ പേരിൽ അപമാനിച്ചിട്ടില്ല. പ്രബുദ്ധ കേരളം എന്ന് അഭിമാനിക്കുന്ന കേരളം തന്നെ അവരോടത് ചെയ്തു. നല്ല വിദ്യാഭ്യാസവും പണവും ഉണ്ടായിട്ടും ആ സമ്പത്ത് ഉപേക്ഷിച്ച് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി 79 വയസ്സുള്ള ഉത്തമ സ്നേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഉത്തമ ഉദാഹരണമായ അവർ ഇപ്പോഴും പാവങ്ങൾക്ക് വേണ്ടി അവരിൽ ഒരാളായി ജീവിക്കുന്നു. ദയാബായിയുടെ ജീവിതം പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ പറയുന്നതിനേക്കാൾ 100 മടങ്ങ് അപ്പുറമാണ് ദയാബായി. നന്ദി, നമസ്കാരം.